ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല മാധ്യമങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വാർത്താ പ്രാധാന്യമുള്ളതാണ്. ഒന്ന്, ആ ചടങ്ങിന്റെ പ്രാധാന്യം, മറ്റൊന്ന് പങ്കെടുക്കുന്ന ആളുകളുടെ ബാഹുല്യവുമൊക്കെയാണ്. എല്ലാ പൊങ്കാലയ്ക്കും മുടങ്ങാതെ എത്തുന്ന ചിപ്പി മുതൽ അതിഥി രവി, മീര അനിൽ, റിയ ഷിബു, സ്നിഷ ആനി, ബീന ആന്റണി തുടങ്ങി നിരവധി പ്രമുഖ നടിമാരൊക്കെ പൊങ്കാല അർപ്പിക്കാനെത്തും. ഇത്തരത്തിലുള്ള നടിമാർ അടുത്തുപോയി അവരുടെ പൊങ്കാല വിശേഷങ്ങളൊക്കെ ചോദിച്ച് അവരോട് ബൈറ്റുകൾ എടുക്കുന്നത് മാധ്യമങ്ങൾ പൊതുവായി ചെയ്യുന്ന കാര്യമാണ്. അത് കാണാൻ നിരവധിയായ പ്രേക്ഷകരുമുണ്ട്. എന്നാൽ ജേർണലിസം എന്താണെന്ന് അറിയാവുന്ന, അതിൻ്റെ എത്തിക്സ് അറിയാവുന്ന മാധ്യമങ്ങൾ അവരുടെ ബൈറ്റുകൾ വിഷ്വൽസ് എടുത്തുകൊണ്ട് പോകും, അതിന് മാന്യമായ തലക്കെട്ട് നൽകും, അത് എഡിറ്റ് ചെയ്ത് വൃത്തിയായി അവതരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ സോഷ്യൽ മീഡിയയിലെ റീച്ചിനും ക്ലിക്ക് ബൈറ്റുകൾക്കുമായി ദുരുപയോഗം ചെയ്യുന്ന പാപ്പരാസി മീഡിയകൾ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെയും ശരീരപ്രകൃതിയെയും ലൈംഗിക ചുവയോടെ ചിത്രീകരിച്ച് വ്യൂസ് വർദ്ധിപ്പിക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തും. അതിന് ഏറ്റവും മോശമായ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ അടങ്ങുന്ന ക്യാപ്ഷനും തമ്പും ഒക്കെ കൊടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യും. ഇതിനൊക്കെ മില്യൺ വ്യൂസും കിട്ടും. പൊതുവിൽ ഇത്തരം വീഡിയോകളൊക്കെ വരുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ സ്ത്രീകളെ ചീത്ത വിളിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. സാരി എടുത്ത സ്ത്രീകൾ ചില ഘട്ടങ്ങളിൽ കുനിയുമ്പോഴും തിരിയുമ്പോഴും ഒക്കെ ലൈംഗിക ചുവയുടെ മാത്രം ക്യാമറ ഫോക്കസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പാപ്പരാസി മീഡിയകളുടെ ഇത്തവണത്തെ പ്രധാന ഇര ലിച്ചി എന്നൊരു പ്രധാന കഥാപാത്രത്തിലൂടെ പ്രശസ്തയായ അന്ന രാജനാണ്. പൊങ്കാല ചടങ്ങിൽ നിന്നുള്ള അന്നയുടെ വീഡിയോകൾ വൈറലാവുകയുണ്ടായി. ആ താരത്തിന്റെ വസ്ത്രധാരണം അടക്കം വലിയ രീതിയിൽ പ്രതിഷേധത്തിന് കാരണമായി. അന്ന രാജനെ ബോഡി ഷെയിം ചെയ്യുന്ന തരത്തിൽ വിവിധ ആംഗിളുകളിൽ നിന്നുള്ള നടിയുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് യൂട്യൂബേഴ്സ് പകർത്തിയത്. സ്വന്തം ബ്രാൻഡിൽ നിന്നുള്ള സാരി ധരിച്ചാണ് അന്ന എത്തിയത്. യൂട്യൂബ് ചാനലുകൾ നിറയെ അന്നയുടെ വീഡിയോ ആയിരുന്നു. എന്നാൽ നടി മനഃപൂർവ്വം യൂട്യൂബേഴ്സിനെ ക്ഷണിച്ചു വരുത്തിയതാണെന്നും സൂക്ഷിക്കേണ്ടത് സ്വന്തം കടമയായിരുന്നുവെന്നുമാണ് വിമർശനം വരുന്നത്. അതായത് അന്ന രാജൻ ആളുകളെ വിളിച്ചു വരുത്തി തന്റെ ശരീരം പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് ഈ കമന്റ് ബോക്സിൽ ആളുകൾ മുത്തൻ വന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിൽ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ജേർണലിസം എന്താണെന്ന്, ജേർണലിസത്തിന്റെ എത്തിക്സ് എന്താണെന്ന് മനസ്സിലാക്കുന്ന മറ്റുള്ള മീഡിയയിൽ നിന്നും വ്യത്യസ്തമായി ഇവർക്ക് മാത്രം, അല്ലെങ്കിൽ ഈ പാപ്പരാസി മീഡിയകൾക്ക് മാത്രം സ്ത്രീകളുടെ ശരീര വടിവിനെയും അല്ലെങ്കിൽ സ്ത്രീകളുടെ ലൈംഗിക ചുവയുള്ള വിഷ്വൽസ് മാത്രം കിട്ടുക? കാരണം അവർക്കത് മാത്രം മതി എന്നുള്ളത് കൊണ്ടാണ്. പൊങ്കാല അർപ്പിക്കാനായല്ല, നഷ്ടപ്പെട്ട റീച്ച് തിരികെ പിടിക്കാൻ വേണ്ടിയാണ് അന്ന ആറ്റുകാൽ എത്തിയതെന്ന തരത്തിൽ വരെ വിമർശനം ഉയരുന്ന സാഹചര്യമുണ്ടായി. പൊങ്കാല ചടങ്ങിനിടെ ചില യൂട്യൂബ് ചാനലുകൾ പകർത്തിയ ദൃശ്യങ്ങൾ വൈറലായതോടെ എന്തായാലും വിവാദങ്ങളൊക്കെ അതിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തി. നടിയുടെ വസ്ത്രധാരണത്തെ, ശരീരപ്രകൃതിയൊക്കെ മോശമായി ചിത്രീകരിക്കുന്ന, അതിൻ്റെ പോലെ കമൻ്റ് ഇടുന്ന ധാരാളം വിമർശനം ഇവർക്കെതിരെ ഉയരുന്നുണ്ട്. അന്നരാജൻ ഒരു സാരിയാണ് ധരിച്ചിരുന്നത്. അവരുടെ വസ്ത്രധാരണം വളരെ മനോഹരമായിരുന്നു, അത് ഞാൻ കണ്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പാപ്പരാസി മീഡിയകൾ അന്നരാജൻ നടക്കുന്നതും തിരിയുന്നതും ഇരിക്കുന്നതും മാത്രമാണ് എടുത്തത്. അന്നരാജൻ പൊങ്കാല ഇടുന്നതോ ആ പൊങ്കാല പ്രസാദത്തിൽ നേദിച്ച് പ്രാർത്ഥിക്കുന്നതോ അങ്ങനെയുള്ള വീഡിയോകളൊന്നും തന്നെയില്ല. ഈ പൊങ്കാലയെ നടി പബ്ലിസിറ്റി സ്റ്റണ്ടായി ഉപയോഗിച്ചെന്ന് പറയുന്ന ആളുകൾ ഇതൊന്നും ചോദ്യം ചെയ്യുന്നില്ല. എന്തായാലും ഈ ആരോപണങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ നടി തൻ്റെ ചിരിക്കും പ്രാർത്ഥനയ്ക്ക് പിന്നിലെ സത്യസന്ധത ആറ്റുകാലമ്മയ്ക്ക് അറിയാമെന്നും ഒരു വിനീതിയായ ഭക്തിയായി തുടരുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ അവർ ഒരു പോസ്റ്റ് ഇടുന്ന സാഹചര്യം വരെ ഉണ്ടായി. സോഷ്യൽ മീഡിയയിൽ നടിയുടെ ഈ കുറിപ്പിന് താഴെ നിരവധി ആളുകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കമൻറ്റുകൾ ഇടുന്നുണ്ട്. ശുദ്ധമായ ഭക്തിയോടെയാണ് ആറ്റുകാൽ എത്തി പൊങ്കാല അർപ്പിച്ചതെന്നും തൻ്റെ വസ്ത്രങ്ങളോ ഭാവങ്ങളോ ഏതെങ്കിലും ഭക്തരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് വരെ പറഞ്ഞു അന്നരാജൻ. കൈകുപ്പിയും കണ്ണു നിറഞ്ഞുമാണ് താൻ എഴുതുന്നതെന്ന ആമുഖത്തോടെയായിരുന്നു നടിയുടെ പ്രതികരണം. ഈ സംഭവത്തിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട രണ്ട് തരം ദൃശ്യങ്ങളാണ്. പത്രമാധ്യമങ്ങളും മുഖ്യധാരാ ചാനലുകളും അന്ന് അന്നരാജന്റെ വസ്ത്രധാരണത്തിലോ പെരുമാറ്റത്തിലോ അസ്വാഭാവികത കാണാത്ത രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ യൂട്യൂബ് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാപ്പരാസി ചാനലുകൾ ലൈംഗിക ചുവയോടെ വ്യത്യസ്തമായ ആംഗിളുകളിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മീഡിയ എത്തിക്സ് ആണ്. ഒരാളുടെ സ്വകാര്യതയോ അന്തസ്സിനെയോ ബാധിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ പ്രചരിക്കരുത് അല്ലെങ്കിൽ പ്രചരിപ്പിക്കരുത് എന്നതാണ് പ്രാഥമികമായ മാധ്യമ മര്യാദ. എന്നാൽ ഇവിടെ വസ്ത്രധാരണത്തെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ച് ബോഡി ഷേമിംഗ് അല്ലെങ്കിൽ അതിന് വഴിമരുന്നിടുന്നതാണ് ചിലർ ചെയ്യുന്നത്. മറ്റൊന്ന് ക്ലിക്ക് ബൈറ്റ് സംസ്കാരമാണ്. റീച്ച് വർദ്ധിപ്പിക്കാൻ തംനെയിലുകളിലും തലക്കെട്ടുകളിലും അശ്ലീലം കലർത്തുന്ന രീതിയിൽ ഭക്തി നിർഭരമായ ഒരു ചടങ്ങിനെ പോലും മലീമസമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത്. അന്ന് അന്നരാജൻ മാത്രമല്ല, ഇത്തരം അശ്ലീല ചാനലുകൾ ഒരു പെണ്ണിനെ പോലും വെറുതെ വിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എത്രയോ സ്ത്രീകൾ വന്നൊരു പരിപാടിയാണ്. എത്രയോ പ്രമുഖരായ സ്ത്രീകൾ, പ്രശസ്തരായ ആളുകൾ, സിനിമ സീരിയൽ മേഖലയിൽ നിന്നുള്ള സ്ത്രീകളൊക്കെ എത്തിയിരുന്നു. ഇവരൊക്കെ തന്നെയും പൊങ്കാലിടുന്നതായിരുന്നില്ല ഇവരുടെ പ്രധാനപ്പെട്ട ആകർഷണം. അവർ കുനിയുമ്പോഴോ നിവരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ സാരി ഒരിത്തിരി മാറിപ്പോയാലോ അതുമാത്രം ഫോക്കസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകൾ, അവർക്ക് വ്യൂവർഷിപ്പ് ഉണ്ട്, അവർക്ക് നല്ല റീച്ച് കിട്ടും, അതിലൂടെ നല്ല പണം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പാപ്പരാസി മീഡിയകൾ പണ്ട് ഈ ബോളിവുഡിലും ഹോളിവുഡിലും മാത്രം ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് കൂടി വരികയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ വിവാദത്തിലൊക്കെ നമ്മൾ പ്രതിസ്ഥാനത്ത് എപ്പോഴും സ്ത്രീകളെയാണ് നിർത്തുന്നത്. അന്നരാജനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് നടക്കുകയാണ്. സത്യത്തിൽ ഈ പ്രശ്നത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് നടിയല്ല, മറിച്ച് അവരുടെ ശരീരത്തെ കച്ചവട കണ്ണോടെ നോക്കിക്കണ്ട ക്യാമറ കണ്ണുകളെയാണ്.
വസ്ത്രധാരണവും വ്യക്തി സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്വന്തം ബ്രാൻഡിൽ നിന്നുള്ള സാരി ധരിച്ചെത്തിയ താരം ഒരു ഭക്തയ്ക്ക് ചേരുന്ന രീതിയിൽ തന്നെയാണ് ചടങ്ങിൽ പങ്കെടുത്തത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് കാഴ്ചക്കാരുടെ കണ്ണിലെ വൈകല്യമാണെന്ന് പറയേണ്ടി വരും. യൂട്യൂബേഴ്സ് പകർത്തിയ ദൃശ്യങ്ങൾ ഏറ്റുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ നടിയെ അധിക്ഷേപിച്ചവർ സത്യത്തിൽ സാംസ്കാരികമായ ഒരു അധപ്പതിക്കാണ്. ഇനി ഇതൊരു ഉത്തരവാദിത്വം നമുക്കാണ്. ഒരു പൊതുസ്ഥലത്ത് വരുന്ന സെലിബ്രിറ്റികളെ പകർത്തുമ്പോൾ അവരുടെ മാന്യതയെ ബാധിക്കാത്ത രീതിയിലായിരിക്കണം തങ്ങളുടെ വിഷ്വൽസ് ഉണ്ടാവേണ്ടത്. തങ്ങൾ ക്യാപ്ഷൻ കൊടുക്കേണ്ടെന്നൊരു ഉത്തരവാദിത്വം അത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഒരു വ്യക്തിയുടെ ആത്മീയമായ വിശ്വാസത്തെയും സ്വകാര്യതയും ചന്തയിലെ ചരക്കിനെ പോലെ വിറ്റ് കാശാക്കുന്ന ഇത്തരത്തിലുള്ള പാപ്പരാസി മാധ്യമ പ്രവണതകൾക്കെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകണം. മാധ്യമപ്രവർത്തനം എന്നത് കേവലം റീച്ചിന് വേണ്ടി മാത്രമാകുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് മനുഷ്യത്വമാണ്, മാന്യതയാണ്.